ഇന്നത്തെ വീഡിയോ 7000 സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ്. സോ ഇതിൽ വന്നിട്ട് ഒരു യൂട്യൂബർ ആവാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടോപ്പിക്കും ഉണ്ട്. മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസും കൂടിയാണ്, എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെ ഞാൻ പറയുന്നത്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഒക്കെ തന്നെയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ കുറച്ച് ലെങ്തിയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കൻ എല്ലാം കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ ഇനി നമുക്ക് വീഡിയോ മോസ്റ്റ്ലി ഈ ചാനൽ ഞാൻ തുടങ്ങാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ എന്ന് പറയാൻ മനുഷ്യർക്ക് ആഗ്രഹങ്ങൾ ഇല്ലാത്തതൊന്നുമില്ല, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരും ഇല്ല. സോ ഞാൻ തന്നെ പറയാം, ഒന്ന് ഞാൻ നല്ലൊരു റേസർ ആവണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ ഈ കുറച്ച് അതായത് പാവപ്പെട്ടവരെയൊക്കെ ഒന്ന് നല്ലോണം ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് എനിക്ക് എമൗണ്ടായിട്ട് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഞാനിപ്പോൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത്. ഇതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന എമൗണ്ട്, കുറച്ച് എമൗണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനലൊന്ന് തുടങ്ങിയത്. പിന്നെ റേസർ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേസർ ആവുകയാണെങ്കിൽ ട്രെയിനിങ്ങിന് തന്നെ 20,000 റുപ്പീസാണ് വരുന്നത്, എമൗണ്ട് കോസ്റ്റ് വരുന്നത്. അത് 2 ഡേയ്സിൻ്റെ ട്രെയിനിങ് ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക, പിന്നെ ലൈസൻസൊക്കെ കിട്ടുക. അപ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ട്രാക്കിലൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. സോ റേസർ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ചിലവാക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് നല്ല ക്യാഷൊക്കെ ആവശ്യമാണ്. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ചിട്ട് ആവശ്യമാണ്. എന്താ പറയുക, നമ്മൾ അപകടം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അതിന് നല്ലൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ റീകവർ ആയിട്ട് വരുന്നവരെ. അതേപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ജാക്കറ്റ് എല്ലാം കൂടെ മേടിക്കുമ്പോൾ മേ ബി ഐ തിങ്ക് നല്ലൊരു ബ്രാൻഡിൻ്റെ മേടിക്കുമ്പോൾ 1 lakh വരെയൊക്കെ വരാൻ. പിന്നെ എനിക്ക് പിന്നെ ചെറിയൊരു വീട്, ഇപ്പോൾ ഉള്ളത് ചെറിയൊരു വീടാണ്, അതിനെ മാറ്റിയിട്ട് നല്ലൊരു വീട് പണിയാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ അതൊക്കെ തന്നെയാണ് ഈ ഒരു ചാനൽ വന്നിട്ട് തുടങ്ങാനുള്ളൊരു കാരണം. ഇപ്പോൾ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്, വ്യൂവേഴ്സ് കുറവാണെന്നുള്ളൂ. മാക്സിമം വ്യൂവേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട്. സോ ഞാനൊരു പോസിറ്റീവ് തിങ്കോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളാണെങ്കിലും ശരി, എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ശരി, അതൊന്ന് പോസിറ്റീവായിട്ട് തിങ്കോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ തന്നെയാണ് അതിലൊരു സക്സസ് ഉണ്ടാവത്തുള്ളൂ. അല്ല, ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ വന്നിട്ട് ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റ് വെച്ചില്ല എങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫ് തന്നെ ഒരു ഹാപ്പിനെസ് ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് എന്താ പറയുക, നമ്മൾ തൊട്ടടുത്തുള്ളവരെ കണ്ടിട്ട് അതായത് ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഒരു ചെറിയൊരു വീടാണ്, അവരുടെ തൊട്ടടുത്തുള്ളൊരു 2 നില വീടാണ്. സോ അത് കാണുമ്പോൾ അവർ എന്താ പറയുക, അത്രയും വലിയ വീട് കെട്ടിയിട്ടുണ്ട്. സോ നമുക്കും അതേപോലെ ഒരു വീട് വേണം എന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. സോ അതേപോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ചെറിയൊരു ഇതിൽ തന്നെ നിർത്തണം. അല്ലാതെ നമ്മൾ ആഗ്രഹങ്ങൾ നിറയെ ഉണ്ടാവും, ബട്ട് നമ്മളൊരു ലിമിറ്റേഷൻ വെച്ചിട്ട് പോയില്ല എങ്കിൽ നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടയാവാൻ സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ ലിമിറ്റേഷൻ വെക്കാതെ പോയി കഴിഞ്ഞാൽ ലൈഫ് ഉറപ്പായിട്ടും ഫ്ലോപ്പ് ആവുകയും ഒരു ഹാപ്പിനെസ്സും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അതായത് അതുകൊണ്ട് നമ്മൾ ഉള്ള ലൈഫ് മാക്സിമം എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അത് നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെയാണ്. അതിൽ കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് നമ്മൾ എന്താ പറയുക, ടെൻഷൻ അടിച്ചിട്ടോ അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ച് വേറെ കൂടുതൽ ഹാർഡ് വർക്ക് എടുത്തിട്ട് അതിലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ മാക്സിമം ഉള്ളത് വെച്ചിട്ട് എൻജോയ് ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മളൊരു യൂട്യൂബർ ആവണമെങ്കിൽ നല്ലൊരു ക്യാമറ, പിന്നെ നല്ലൊരു ഫോണ്, പിന്നെ നമുക്ക് അതിൽ വന്നിട്ട് വിഷ്വൽ ക്ലാരിറ്റിയും ഓഡിയോ, നമുക്ക് പിന്നെ എഡിറ്റിംഗ്, ഈ ഒരു 3 പാർട്ടാണ് നമുക്ക് ശരിക്കും വരുന്നത്. സോ അത് എല്ലാം ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് വ്യൂവേഴ്സ് ആയാലും ശരി എല്ലാവരും, അതായത് കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ബട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം ചെറിയൊരു മൊബൈലാണെങ്കിൽ ശരി, അത്യാവശ്യം നല്ല മൊബൈലാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങുക. പിന്നെ പതുക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാമറ അങ്ങനെയുള്ള എല്ലാം തന്നെ മേടിച്ച് കഴിഞ്ഞാൽ മേ ബി ചാനൽ സക്സസ് ആയില്ല എങ്കിൽ നമുക്ക് നഷ്ടമാണ്. സോ ആ ഒരു എമൗണ്ട് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പടിപ്പടിയായിട്ട് ഒന്ന്
അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് നഷ്ടമാകത്തില്ല. നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഉള്ളതൊക്കെയാണ് പറഞ്ഞാൽ ലോങ് ആയിട്ട് നമ്മൾ ചാനൽ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും കാണാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ എല്ലാവരും കാണണമെന്നൊന്നുമില്ല, ഫുള്ളായിട്ട് വ്യൂവേഴ്സ് കിട്ടണമെന്നൊന്നുമില്ല, കൂടുതൽ വ്യൂവേഴ്സ് കിട്ടണമെന്നൊന്നുമില്ല. സോ ഫസ്റ്റ് തന്നെ അത്രയും പ്രതീക്ഷ വയ്ക്കാതെ നമുക്ക് എന്തായാലും സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ യൂസ്ഫുൾ ഇല്ലാത്ത കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ ചവർ പോലെ വീഡിയോസ് ചെയ്തിടുന്നവരുണ്ട്. ചിലവർ നെയിൽ പോളിഷ് ചെയ്യുന്ന കാര്യം വീഡിയോ എടുത്തിടും. അതങ്ങനെ കുറേ ചാനലുകൾ നമ്മൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചാനലുകളൊക്കെ ഉണ്ടാകും. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ട്രോളാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് മേ ബി അങ്ങനെ ചിന്തിക്കാം അവരെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പറയല്ല, മാക്സിമം യൂസ്ഫുൾ ഇല്ലാത്ത ചാനൽസ് നിറയുണ്ട്. എന്താ പറയുക, പൊട്ടത്തരം വിളിച്ച് പറയുന്ന ചാനലുകൾ നിറയുണ്ട്. സോ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് അങ്ങനത്തെ ഉള്ള ചാനലാകുമ്പോൾ ലൈഫ് ലോങ് സക്സസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അങ്ങനെ കണ്ടൻറ്റൊക്കെ ചൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ അതായത് ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടൊന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഉള്ളവരാണെങ്കിൽ ശരി, പുച്ഛത്തോടെ കാണുന്നവർ നിറയെ പേരുണ്ടാകും. എന്നെ കൊണ്ട് തന്നെ പറഞ്ഞവരുണ്ട്, ഇയാളുടെ ചാനൽ ആര് കാണാനാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. നെഗറ്റീവ് അടിക്കാൻ നിറയെ പേരുണ്ടാവും. എന്നാൽ പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മളെ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടാവും. സോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവർക്ക് കാണണേ കണ്ടോട്ടെ, എത്ര പേര് വേണേലും കണ്ടോട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നല്ല കാര്യമാണെങ്കിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അവർ മതി എപ്പോഴും. അല്ലാതെ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് വേണ്ട. കുറ്റം പറയാൻ നിറയെ ആൾക്കാരുണ്ടാവും, എന്നാൽ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ, അവരൊക്കെ മതി. പിള്ളേരെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ബാക്കിയെല്ലാം താനെ വന്നോളും. അതായത് മനുഷ്യരുടെ ഇടയിൽ വന്നിട്ട് ഒരാൾ നന്നാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് അസൂയായിട്ടേ വരത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ തന്നെ നന്നാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയപ്പോൾ തന്നെ അസൂയപ്പെട്ടിട്ടുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ബൈക്ക് മേടിച്ചു എന്ന് പറഞ്ഞപ്പോഴും അസൂയപ്പെട്ടവരൊക്കെ ഉണ്ട്. എന്നെ കുറ്റം പറഞ്ഞവരുണ്ട്, താഴ്ത്തി പറഞ്ഞവരുണ്ട്, എന്നെ എന്താ പറയുക ഒറ്റപ്പെടുത്തിയവരൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ നിറയെ പേരുണ്ടാവും. നമ്മൾ ലൈഫിലെല്ലാം നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്യണം. അത് നമ്മൾ ചിരിച്ച പുഞ്ചിരിയോടെ ഫേസ് ചെയ്യണം. എല്ലാം പോസിറ്റീവ് തിങ്കോടെ തന്നെ എന്താ പറയുക നമ്മൾ ഫേസ് ചെയ്യണം. അങ്ങനെ അവർ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഇത്രയും വരെ എത്താൻ ചാൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാം നമ്മൾ ആരെന്ത് തന്നെ പറഞ്ഞാലും ശരി, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ അതങ്ങനെ ചെയ്തിട്ട് പോവുക. സക്സസ് ആയിട്ട് തന്നെ വരത്തുള്ളൂ. പോസിറ്റീവ് തിങ്കോടെ ചെയ്യുക. എല്ലാ കാര്യമാണെങ്കിലും ശരി, ഏത് കാര്യമാണെങ്കിലും ശരി. തുടങ്ങുമ്പോൾ അതായത് ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ നെഗറ്റീവ് അടിച്ച് നിറയെ പേരുണ്ട്. അതായത് നീയൊക്കെ ചാനൽ തുടങ്ങിയിട്ട് എവിടെയാണ് സക്സസ് ആവുന്നതൊക്കെ പറഞ്ഞവർ നിറയെ പേരുണ്ട്. നെഗറ്റീവ് അടിച്ചത് നിറയെ പേരുണ്ട്. സോ അതൊക്കെ കേട്ടിട്ട് നമ്മൾ ഡള്ളായിട്ട് പോകാനൊന്നും പാടില്ല. അതൊക്കെ കേട്ട് നമ്മൾ അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എടുക്കുക, എന്നിട്ട് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ചാനൽ അതായത് ഈ ചാനൽ ഇത്രയും ഒരു ലെവലിൽ എത്താൻ കാരണം അതന്നെയാണ്, പോസിറ്റീവ് എനർജി. അത് നമ്മൾ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എല്ലാം നമ്മൾ പോസിറ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ തന്നെയാണ് നമുക്കൊരു എന്താ പറയുക വിന്നറായിട്ട് വരാൻ പറ്റത്തുള്ളൂ. ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ ധൈര്യമായിട്ട് തുടങ്ങുക. പിന്നെ വീഡിയോസ് നിങ്ങൾ ചെയ്യുമ്പോൾ വീക്കിലി 2 വീഡിയോസ് എങ്കിലും ഇടണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക ഒരു ചാനൽ അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമൊക്കെയാണ്. ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ന്യൂ ആയിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂട്ടിച്ചേർക്കുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോസിൽ കണ്ടൻറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ആവശ്യമില്ലാത്ത, അതായത് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് കോപ്പി അടിച്ചിട്ട് അങ്ങനെ അത് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ തന്നെ അങ്ങനെ ഇടാതെ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചാനലിൽ തന്നെ നമുക്ക് എന്താ പറയുക ബാൻ ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ളൊരു കണ്ടൻറ്റ് നിങ്ങളുടേതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ചെയ്യുക. അത് എങ്ങനെ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി, അത് നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ളൊരു എന്താ പറയുക ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യാതെ നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക. സോ ഐഡൻറ്റിറ്റി, അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എൻ്റെ സ്ലാങ് ആയിരിക്കാം, എൻ്റെ ഒരു എന്താ പറയുക ബിഹേവിയർ ആയിരിക്കാം, ഇല്ല എങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ സ്ട്രെല്ല, അരുൺ സ്മോക്കി അങ്ങനെയുള്ളവരൊക്കെ പോപ്പുലറാണ്. സോ നമ്മൾ അവരെയൊക്കെ ഫോളോ ചെയ്തിട്ട് അവരെ പോലെയൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. സോ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുക. നമ്മളുടെ ഒരു എന്താ പറയുക സ്റ്റാൻഡിൽ നമ്മൾ അങ്ങനെ നിൽക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ലൈഫ് ലോങ് അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരാളെ ഫോളോ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. നമ്മളുടെ സ്റ്റൈലിൽ വീഡിയോസ് ചെയ്യുക,
മുന്നോട്ട് കൊണ്ടുപോകാം. ആരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയാലും അവരുടെ മുന്നിൽ നമ്മൾ വിജയിച്ചെന്നെ കാണിക്കണം. സോ അതാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ അതായത് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ നിയമപ്രകാരം 15% നമ്മൾ ഇൻകം അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്, അതായത് $100 ആയാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് എമൗണ്ട് വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അതിൻ്റെ മുന്നേ നമ്മൾ അഡ്രസ്സ് വെരിഫിക്കേഷൻ, ആഡ്സെൻസിൽ അതെല്ലാം നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അതായത് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കോഡ് വരും, അത് നമ്മൾ ആഡ്സെൻസിലൂടെ അടിച്ചു കൊടുത്തിട്ട് നമ്മളുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആഡ്സെൻസിൽ, അതായത് നമ്മൾ വീഡിയോയിൽ ആഡ് വരില്ലേ, അതൊക്കെ ഒന്ന് സക്സസ് ആവുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഇടയിൽ വെച്ചിട്ട് ആഡ് സ്റ്റോപ്പ് ചെയ്യും. സോ അതൊന്ന് മസ്റ്റാണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ വന്നിട്ട് അവരുടെ റൂൾ പ്രകാരം 15%ഉം 25%ഉമാണ് ടാക്സ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്, അതായത് നമ്മൾ കിട്ടുന്ന എമൗണ്ടിൽ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്. സോ ഇത്രയ്ക്കാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ഇപ്പോൾ കൊറോണയൊക്കെയാണ്, സോ മാക്സിമം സേഫായിട്ട് ഇരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക, N95 മാസ്ക് യൂസ് ചെയ്യുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഇടയ്ക്ക് സാനിറ്റൈസ് യൂസ് ചെയ്യുക, പിന്നെ സോപ്പ് കൊണ്ട് കൈ കഴുകുക, ഇടയ്ക്കിടയ്ക്ക് സോപ്പ് കൊണ്ട് കൈ കഴുകുന്നത് നല്ലത് തന്നെയാണ്. മാക്സിമം സേഫായിട്ട് ഇരിക്കുക. ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ സേഫ്.